കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ കണ്ടു. പെട്ടെന്ന് ഈ കഥയാണ് മനസ്സിൽ വന്നത്. ഒരിക്കൽ ഒരു വിദേശിയായ ടൂറിസ്റ്റ് വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കാട്ടിലൂടെ നടക്കുമ്പോൾ മുഖം കഴുകാൻ ഒരു കാട്ടരുവിയിലിറങ്ങി. അവിടെ നിന്നും അവർക്ക് അതിമനോഹരമായ ഒരു കല്ല് കിട്ടി. അവർ അത് തൻ്റെ ബാഗിലിട്ട് മുന്നോട്ട് നടന്നു. വൈകിട്ട് തെരുവോരത്തെ കടയിൽ നിന്നും ആഹാരം കഴിക്കുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ മുന്നിൽ വന്ന് കൈനീട്ടി. ബാഗിൽ നിന്നും പൈസ എടുക്കാനായി തിരയുമ്പോൾ അവർ ആ കല്ലെടുത്ത് മേശയിൽ വെച്ചു. അത് കണ്ട ആ മനുഷ്യൻ ചോദിച്ചു, ചേച്ചി, ആ കല്ല് എനിക്ക് തരുമോ? ഓ, അതിനെന്താ, എടുത്തുകൊള്ളൂ. കല്ലും പൈസയും വാങ്ങി അയാൾ നടന്നുപോയി. പട്ടണത്തിലേക്ക് നടക്കും വഴി അയാൾ ചിന്തിച്ചു, ഈ കല്ല് എത്ര വിലയുള്ളതാണ്, ഇത് എൻ്റെ ദുരിതം മുഴുവൻ മാറ്റിത്തരും. പെട്ടെന്ന് മറ്റൊരു ചിന്ത അയാളിൽ രൂപം കൊണ്ടു. ഇത്രയും വിലയുള്ള ഈ കല്ല് ആ സ്ത്രീ എനിക്ക് തന്നെങ്കിൽ ഒന്നുകിൽ അവർക്കിതിൻ്റെ വിലയറിയില്ല, അല്ലെങ്കിൽ ഇതിനെ നിസ്സാരമായി കാണുന്ന വലിയ എന്തോ ഒന്നുകൂടി അവരുടെ കയ്യിലുണ്ട്. അത് അറിയണം. അയാൾ വേഗം തിരികെ നടന്നു. പിറ്റേന്ന് അയാൾ അവരെ വീണ്ടും കണ്ടു. ചേച്ചി, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഈ കല്ല് എത്ര വിലയുള്ള ഒന്നാണ് എന്നറിഞ്ഞുകൊണ്ടാണോ ഇതെനിക്ക് തന്നത്? അതെ, അവരുടെ ലളിതമായ മറുപടി. ചേച്ചി, ഇത്രയും വിലയുള്ള കല്ല് അറിയാത്ത എനിക്ക് തന്നപ്പോൾ ഇതിലും വിലയുള്ള എന്തോ ഒന്ന് ചേച്ചിയുടെ കയ്യിലുണ്ട്. അത് എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. പറയാമല്ലോ. 2 കാരണമുണ്ട്. ഒന്ന്, എനിക്കും എൻ്റെ 2 തലമുറയ്ക്കും ജീവിക്കാൻ വേണ്ടതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടുതൽ വേണമെന്ന ആഗ്രഹമില്ല. 2, ഇതെൻ്റേതല്ലല്ലോ, എനിക്ക് നിങ്ങളുടെ കാട്ടരുവി തന്നതല്ലേ. എൻ്റേതല്ലാത്ത ഒന്ന് ഞാൻ എന്നേക്കാൾ അതിനാവശ്യമുള്ള നിങ്ങൾക്ക് തന്നു. ഒട്ടും മടിക്കേണ്ട, ആ കല്ല് ഇനി നിങ്ങളുടേതാണ്. ബുദ്ധിമുട്ടില്ലാതെ സുഖമായി ജീവിക്കൂ. അവർ നടന്നു നീങ്ങിയപ്പോൾ അയാൾ സ്വയം പറഞ്ഞു, ഈ കല്ലിനേക്കാൾ എത്ര വിലയുണ്ട് ആ ചേച്ചിയുടെ ചിന്തകൾക്ക്. സ്വാർത്ഥത കൊടികുത്തി വാഴുന്ന ഈ ലോകത്ത് കാണാൻ അപൂർവമായ സ്വഭാവ വൈശിഷ്ട്യം. കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ ഇതായിരുന്നു. കൊല്ലം തെന്മല എന്ന ഗ്രാമത്തിൽ ഒരു നല്ല മനുഷ്യൻ ലയത്തിൽ ഇല്ലായ്മകളുടെ ഇടയിൽ ജീവിച്ചിരുന്ന 16 കുടുംബങ്ങൾക്ക് 5 സെന്റ് വസ്തുവും അതിൽ 2 മുറിയും അടുക്കളയും ഹാളും എല്ലാം ചേർന്ന മനോഹരമായ ഒരു കൊച്ചു വീട് ഉണ്ടാക്കിക്കൊടുത്തത്രേ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ വിനയവും അത് കിട്ടുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആളുകളുടെ മുഖത്തെ സന്തോഷവും കൂട്ടി വായിക്കുമ്പോൾ ഇന്നും നഷ്ടപ്പെട്ടു പോകാത്ത ദയയും മനുഷ്യത്വവും ആർക്കും നൈമിഷികമാണെങ്കിൽ പോലും എത്ര സന്തോഷം നൽകും, ഇല്ലേ?